നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിൽ ഇനി 2 ദിവസം മാത്രമാണുള്ളത്. അതിനിടെ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ സർക്കാർ ഓഫീസുകൾക്ക് അവധി പ്രഖ്യാപിച്ച ഗുജറാത്ത് സർക്കാർ. സംസ്ഥാന സർക്കാർ ഓഫീസുകൾക്ക് ഉച്ചവരെയാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് 2:30 വരെയാണ് അവധി. നേരത്തെ പ്രതിഷ്ഠാ ദിനത്തിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും ബാങ്കുകൾക്കും ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചിരുന്നു. പ്രതിഷ്ഠാ ദിനമായ 22-ന് എല്ലാ പൊതുമേഖലാ ബാങ്കുകൾക്കും ഇൻഷുറൻസ് കമ്പനികൾക്കും ഉച്ചയ്ക്ക് 2:30 വരെയാണ് അവധി നൽകിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് 12:20 മുതൽ 12:30 വരെയാണ് പ്രതിഷ്ഠാ ദിന ചടങ്ങ്. അതേസമയം പ്രതിഷ്ഠാ ദിനത്തിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് സംബന്ധിച്ച് മന്ത്രിമാരിൽ നിന്ന് പ്രധാനമന്ത്രി അഭിപ്രായം തേടി. ദീപാവലി പോലെ ചടങ്ങ് ഗംഭീരമാക്കണമെന്നാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. വിളക്ക് വെക്കുന്നതിനോടൊപ്പം തന്നെ അന്നദാനവും നടത്തണം. പൊതുജനങ്ങൾക്കായി ക്ഷേത്രം തുറന്നു കഴിഞ്ഞാൽ മണ്ഡലങ്ങളിൽ നിന്ന് ആളുകളെ അയോധ്യയിലേക്ക് കൊണ്ടുപോകണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. അതേസമയം സൈബർ ആക്രമണ സാധ്യത മുന്നിൽ കണ്ട് അത് തടയാൻ ആഭ്യന്തര മന്ത്രാലയം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അയോധ്യയിലേക്ക് സൈബർ വിദഗ്ധരടങ്ങുന്ന സംഘത്തെ അയച്ച് നിരീക്ഷിക്കാനാണ് നിർദ്ദേശം. ഇതിനിടെ പ്രതിഷ്ഠാദിന സ്മരണിക സ്റ്റാമ്പും സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. രാമക്ഷേത്രം, സരയൂ നദി, ഹനുമാൻ, ജടായു തുടങ്ങി 6 ചിത്രങ്ങൾ സ്റ്റാമ്പുകളായി പ്രധാനമന്ത്രിയാണ് പുറത്തിറക്കിയത്. അതേസമയം പ്രതിഷ്ഠാ ചടങ്ങിന് വേണ്ടി ഒരുങ്ങുകയാണ് അയോധ്യ. അയോധ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന രാമക്ഷേത്രത്തിന് ഏറെ പ്രത്യേകതകളുണ്ട്. 3 നിലകളിലായാണ് രാമക്ഷേത്രം നിർമ്മിച്ചത്. ക്ഷേത്രത്തിന്റെ ഓരോ നിലയ്ക്കും 20 അടി വീതം ഉയരമുണ്ട്. ആകെ 392 തൂണുകളും 44 വാതിലുകളുമാണ് ഉള്ളത്. ശ്രീകോവിലിൽ ശ്രീരാമന്റെ ബാലരൂപത്തിലുള്ള വിഗ്രഹമാണ് പ്രതിഷ്ഠിക്കുക. നൃത്യ മണ്ഡപം, രംഗ് മണ്ഡപം, സഭാമണ്ഡപം, പ്രാർത്ഥനാ മണ്ഡപം, കീർത്തൻ മണ്ഡപം എന്നിങ്ങനെ 5 മണ്ഡപങ്ങളും ക്ഷേത്രത്തിനുണ്ട്. രാമക്ഷേത്ര സമുച്ചയത്തിൽ 380 അടി നീളവും 250 അടി വീതിയും 161 അടി ഉയരവുമുണ്ട്. പരമ്പരാഗത നാഗര ശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 1200 കോടിയാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. പക്ഷേ ഭൂകമ്പമോ വെള്ളപ്പൊക്കമോ വന്നാലും ഈ ക്ഷേത്രം തകരില്ല. അതായത് ഹിമാലയൻ മേഖലയെ പിടിച്ചുകുലുക്കിയ പ്രളയമോ ഭൂകമ്പമോ പോലും പ്രതിരോധിക്കാൻ ഈ രാമക്ഷേത്രത്തിന് സാധിക്കുമെന്ന് സാരം. 2500 വർഷത്തോളം ഇവ നിലനിൽക്കും. ഇതെല്ലാം അഹമ്മദാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആർക്കിടെക്റ്റുകളാണ് ചന്ദ്രകാന്ത് സോമപുരവും മകൻ ആശിഷും പറയുന്നത്. ഇവരാണ് ക്ഷേത്ര സമുച്ചയം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തനിക്ക് രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്കായി പോകാനാവില്ല എന്നും ചന്ദ്രകാന്ത് പറയുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണിത്. എന്നാൽ ക്ഷേത്രത്തിലെ എല്ലാ പണികളും പൂർത്തിയാക്കിയാൽ അത് എല്ലാ വിശ്വാസികൾക്കായി തുറന്നു കൊടുക്കണമെന്നാണ് ചന്ദ്രകാന്ത് പറയുന്നത്. രാജ്യത്തെ 200-ൽ അധികം ക്ഷേത്രങ്ങൾ ഇതുവരെ ഡിസൈൻ ചെയ്തിട്ടുണ്ടെന്നും ചന്ദ്രകാന്ത് പറയുന്നു. തന്റെ മകന്റെ മുദ്ര ഈ പദ്ധതിയിൽ പതിഞ്ഞതിൽ വലിയ സന്തോഷത്തിലാണ് അദ്ദേഹം. ഈ കുടുംബത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ ഡിഗ്രിയുള്ള ആർക്കിടെക്ട് കൂടിയാണ് ചന്ദ്രകാന്തിന്റെ മകൻ ആശിഷ്. ആ ഡിസൈൻ തയ്യാറാക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞങ്ങളെന്ന് വിശ്വസിക്കുകയാണ് ഇപ്പോഴെന്ന് ആശിഷ് പറയുകയാണ്. പ്രഭാസ് മണ്ഡലിലെ സോമനാഥ് ക്ഷേത്രം ചന്ദ്രകാന്തിന്റെ മുത്തച്ഛനായ പ്രഭാശങ്കറാണ് നിർമ്മിച്ചത്. ശിവലിംഗം നിൽക്കുന്ന യഥാർത്ഥ സ്ഥലമാണ് ആ ക്ഷേത്രമെന്നാണ് ആചാരത്തിലും അതുപോലെ തന്നെ ഐതിഹ്യത്തിലും പറയുന്നത്.